ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക 4 വിചാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. 4 വിചാരങ്ങളെ കുറിച്ച്. അതിൽ ഒന്നാമത്തെ വിചാരം ഇതാണ്, ഒരു വീണ്ടു വിചാരമാണ്. എന്താണ് പറഞ്ഞേ? നമ്മൾ 4 വിചാരങ്ങളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിക്കും. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയുകയാണ്. അതിൽ ഒന്നാമത്തെ ചിന്ത, നമുക്കുണ്ടാവേണ്ട ഒരു ചിന്ത ഒരു വീണ്ടു വിചാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ചില വീണ്ടു വിചാരങ്ങൾ നമ്മളെ പുതിയ വ്യക്തികളാക്കും. പ്രൈസ് ദി ലോർഡ്. ചില വീണ്ടു വിചാരങ്ങൾ നമ്മളെ ആരാക്കി മാറ്റും? പുതിയ വ്യക്തികളാക്കി. പ്രിയപ്പെട്ടവരെ, സീസറിനെ കുറിച്ച് പറയുന്നത്, സീസറിന്റെ കൊട്ടാരത്തിൽ ഒരു അടിമയെ പണം കൊടുത്ത് നിയോഗിച്ചിട്ട്, കൂലി കൊടുത്ത് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടിമയ്ക്ക് ഒരൊറ്റയൊരു കാര്യം ചെയ്താൽ മതി, ഒരൊറ്റയൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ. എപ്പോഴും അടിമ പറഞ്ഞുകൊണ്ടിരിക്കണം, റിമെമ്പർ ഡെത്ത്, റിമെമ്പർ ഡെത്ത്. മരണത്തെക്കുറിച്ച് ഓർക്കുക, മരണത്തെക്കുറിച്ച് ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സീസറിന്റെ കൊട്ടാരത്തിൽ ഒരു അടിമയെ കൂലി കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്യം എന്താണ് പറഞ്ഞേ? റിമെമ്പർ ഡെത്ത്, മരണത്തെക്കുറിച്ച് ഓർക്കുക, മരണത്തെക്കുറിച്ച് ഓർക്കുക. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കടന്നു വരുന്ന സീസറും കൊട്ടാരത്തിലുള്ള മറ്റു സകലരും ഇത് കേൾക്കും. മരണത്തെക്കുറിച്ച് ഓർക്കുക, മരണത്തെക്കുറിച്ച് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത സീസറിനെ മഹാനായ സീസറാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളിൽ നവീകരണത്തോട് താല്പര്യമുള്ള, നവീകരണത്തെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ചിന്ത ഒരു വീണ്ടു വിചാരമാണ്. ഒന്നാമത്തെ വിചാരം. പ്രൈസ് ദി ലോർഡ്. നവീകരണം കടന്നു വന്നിട്ട് ആഗോള സഭയിൽ 51 വർഷമായി. കേരള സഭയിൽ 40 വർഷം കഴിഞ്ഞു. ചങ്ങനാശ്ശേരി സോണിൽ 40 വർഷമായി. എന്നിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു? ഇതിലൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്താണ്? നവീകരണത്തിന് വേണ്ടി നമ്മൾ എന്തോറും അധ്വാനിച്ചു. ഈ നവീകരണത്തിലുള്ള സഭയെ നമ്മൾ എത്രമാത്രം വളർത്തി, സഭ എത്രമാത്രം നമ്മളെ വളർത്തി, സഭയ്ക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്തില്ല. ഇങ്ങനെ അല്പസമയം ഇരുന്നൊന്ന് വീണ്ടു വിചാരം നടത്തുവാൻ ഈ കൺവെൻഷനിലൂടെ നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വീണ്ടു വിചാരങ്ങൾ നമ്മളെ കുറെ കൂടി ആത്മാർത്ഥതയും സ്നേഹവും താല്പര്യമുള്ളവരാക്കി മാറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ സഭയെ വെറുത്തിരുന്നൊരു വ്യക്തിയാ. സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി അനുവാദം തിരിച്ച് സഭയെക്കെതിരെ എന്താ പറയുക, കച്ചകെട്ടി ഇടങ്ങിയിരുന്ന വ്യക്തിയാ. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചതിൽ അതിനുവേണ്ടി അദ്ദേഹം ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായിരുന്നു. പിന്നീട് നമുക്കറിയാം, അദ്ദേഹത്തിന് കർത്താവിൻ്റെ വലിയ ഇടപെടൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതിനോടുകൂടി അദ്ദേഹം സഭയെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നീട് അതേ മനുഷ്യൻ തന്നെ സഭയ്ക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറായി. അപ്പൊ അദ്ദേഹത്തെ മാറ്റി നമുക്കറിയാം. അദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് കഴിയുമ്പോൾ താഴെ വീണു. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു അശരീരി അദ്ദേഹം കേൾക്കുക, നീ പേടിപ്പിക്കുക. അദ്ദേഹം ചോദിച്ചു, ഇതാരാ അത്? അദ്ദേഹത്തിനോട് കിട്ടിയ മറുപടി ഇതാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത, ആ ഒരു ഇടപെടല് അദ്ദേഹത്തെ വീണ്ടു വിചാരത്തിന് ദയിലേക്ക് നയിച്ചു. അദ്ദേഹത്തെ പുതിയ മനുഷ്യനാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സൈന്യത്തോട് ചേർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്.
സമൂഹത്തിലെ മാടമ്പിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഈ അസീസിലെ ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് രാത്രിയിൽ ഒരു അശരീരം ഉണ്ടാകുന്നു, ഒരു ദർശനം ഉണ്ടാകുന്നു. അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുക അവിടെ, ഫ്രാൻസിസ്, ആരെ സേവിപ്പതാണ് ഉത്തമം, ഭൃത്യനെയോ യജമാനനെയോ? ഫ്രാൻസിസ് ആരെ സേവിക്കുന്നതാണ് ഉത്തമം, ഭൃത്യനെയാണോ യജമാനനെയാകോ? അദ്ദേഹത്തിന് ഒരു ചിന്ത കിട്ടി. അദ്ദേഹത്തിന് ഒരു അശരീരി അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം നിസ്സംശയം ഉത്തരം പറഞ്ഞു, ആരെ സേവിപ്പതാണ്? യജമാനനെ. എങ്കിൽ ആ ശബ്ദം പറഞ്ഞു, നീ തിരിച്ച് അസീസിയിലേക്ക് പോകുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത, ഈ ഒരു ഇടപെടൽ അവനെ പുതിയ വ്യക്തികളാക്കി മാറ്റി. ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ നമ്മളെ ആരാക്കി മാറ്റണം? ഒരു വീണ്ടു വിചാരം, പുതിയ ചിന്തയിൽ. ഒന്നാമത്തെ വിചാരം നമുക്കുണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ നമുക്കുണ്ടാകേണ്ട വിചാരം ഈ ദിവസങ്ങളിൽ ഒരു ദൈവ വിചാരമാണ്. പ്രൈസ് ദി ലോർഡ്. അല്പം കൂടി ദൈവവിചാരം ഈ ദിവസങ്ങളിൽ രൂപപ്പെടണം. ഈ ദിവസങ്ങളിലൊക്കെ ഈ കൺവെൻഷനിലൂടെ, ഈ പങ്കെടുക്കുന്നതിലൂടെ, ഈ ഗാനശുശ്രൂഷയിലൂടെ, ഈ ആരാധനയിലൂടെയൊക്കെ കുറെ കൂടി ദൈവവിചാരം നമ്മളിൽ രൂപപ്പെടണം. കാരണം ദൈവത്തെക്കുറിച്ചുള്ള വിചാരമാണ് ബാക്കി എല്ലാ വിചാരങ്ങളുടെയും കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കറിയാം, ദൈവത്തിന് എപ്പോഴും നമ്മളെക്കുറിച്ച് എന്തുണ്ട്? വിചാരമുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെക്കുറിച്ച് വിചാരമുണ്ടാവണം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അല്ലേ വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അത്രമാത്രം നമ്മളെ കരുതുന്ന, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന, നമ്മളെ അറിയാവുന്ന, നമ്മളെക്കുറിച്ച് വിചാരമുള്ള ഈ ദൈവത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ചിന്തയാണ് ഒരു ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത, ദൈവ വിചാരം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച്, അതോടൊപ്പം നമ്മുടെ എല്ലാ വികാരങ്ങളും ദൈവം അറിയുന്നു. നമ്മൾ നന്മ ചെയ്താൽ ദൈവത്തിന് അറിയാം, നമ്മൾ തിന്മ ചെയ്താൽ ദൈവത്തിന് അറിയാം. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ദൈവ അവബോധത്തിലായിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് അവള് ആ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമുക്കറിയാം ആ പെൺകുട്ടിയുടെ നടപ്പും ഇരിപ്പും എല്ലാം അതോടുകൂടി മാറും. ശരിയാണോ? അത്രയും നാൾ ഓടി നടന്നൊരു പെൺകുട്ടി, അവൾ പ്രായപൂർത്തിയായി, അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഗർഭിണിയായി. അവൾ ഗർഭിണിയാണ്, തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞെ രൂപമെടുത്തിട്ടുണ്ടെന്ന് എപ്പോഴവൾക്കൊരു ചിന്ത, വിചാരം കിട്ടുന്നോ അന്ന് മുതൽ, ആ സമയം മുതൽ ആ പെൺകുട്ടിയുടെ നടപ്പും ഇരിപ്പും അവളുടെ കിടപ്പും അവളുടെ ചാട്ടോ ഓട്ടോ ഒക്കെ മാറും. ശരിയാണോ? കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു കുഞ്ഞു വളരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരിസ്മാറ്റിക്കുകാർക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിചാരമാണ്, നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, നമ്മുടെ ചുറ്റും ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തെ കൂടാതെ എനിക്കൊന്നും പറ്റില്ല. എന്നെ ദൈവം കാണുന്നുണ്ട്. ദൈവം അറിയാതെ ഒന്നും നടക്കില്ല. ദൈവം എല്ലാം അറിയുന്നുണ്ട്. നന്മ ചെയ്താൽ ദൈവത്തിന് അറിയാം, തിന്മ ചെയ്താൽ. അപ്പോൾ എപ്പോഴും ഒരു ദൈവവിചാരത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ട വ്യക്തികളാണ് നവീകരണ അനുഭവമുള്ള നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഒരു ചിന്ത, ഈ ഒരു വിചാരം എപ്പോഴും കൂടെ നമുക്കുണ്ടാവണം. ഇന്ന് ആളുകൾ പലരും ഓടുന്നത്, കരിസ്മാറ്റിക് നവീകരണം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഓടുന്നത്, അതിനെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം ഓടുന്നത് ആശ്വാസത്തിനാണ്. വിശ്വാസത്തിന് ആളുകൾ ഓടാൻ കുറവാണ് ഇന്നല്ലേ. അവിടെയാണ് നവീകരണത്തിലുള്ള നമ്മൾ പഠിപ്പിക്കേണ്ടത്. കൺവെൻഷനിലാകുമ്പോൾ നിങ്ങൾ ആശ്വാസത്തിനല്ലേ പോകേണ്ടത്, നിങ്ങൾ എന്തിനാ പോകേണ്ടത്? വിശ്വാസത്തിലേക്കാണ് പോകേണ്ടത്. ഇന്നിവിടെ ആശ്വാസം കിട്ടുന്ന ഒരു കൺവെൻഷനാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ ദേശം മുഴുവൻ വലിയ ആളായിരുന്നേനെ. പക്ഷെ ഇവിടെ ആശ്വാസത്തെക്കാൾ അപ്പുറം വിശ്വാസം നമ്മളിൽ പരിപോഷിപ്പിക്കുന്ന ഒരിടമാണ് ഇതെന്ന് നമ്മൾ മറന്നു പോവരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു ദൈവ വിചാരം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. പ്രിയപ്പെട്ടവർ, ഈ ഒരു ദൈവ വിചാരമാണ്. ദൈവവിചാരമുള്ള വ്യക്തി എന്നും ദൈവിക ഗുണങ്ങളിൽ നിറഞ്ഞ വ്യക്തിയാകും. ആ ദൈവത്തിൻ്റെ സ്നേഹവും
ആ ദൈവത്തിൻ്റെ കരുണയും ആ ദൈവത്തിൻ്റെ നന്മകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും ദൈവവിചാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളായി നമ്മൾ കരിസ്മാറ്റിക്കുകാർ ഈ ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചിന്തകൾ നമ്മൾ കേൾക്കും. മൂന്നാമതായിട്ട് നമുക്കുണ്ടാവേണ്ട മൂന്നാമത്തെ ഒരു വിചാരം ഇതാണ്, സഭയെക്കുറിച്ചൊരു വിചാരമുണ്ടാവണം. ഒന്നാമത്തെ വിചാരം ഞാൻ പറഞ്ഞു, വീണ്ടു വിചാരം നമുക്കുണ്ടാവണം. രണ്ടാമത്തെ വിചാരം ദൈവവിചാരം നമുക്കുണ്ടാവണം. മൂന്നാമത് നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിചാരമാണ് സഭയെക്കുറിച്ചൊരു വിചാരം. സഭയെ സ്നേഹിക്കണം, സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം, സഭയുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ്. ഈ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് കരിസ്മാറ്റിക്കുകാർ. സഭയെ സ്നേഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് കരിസ്മാറ്റിക്കുകാർ. സഭയെ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ആ ഒരു സഭാവിചാരം നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളിലും, എല്ലാ പ്രവർത്തനങ്ങളിലും, നമ്മുടെ എല്ലാ മുന്നേറ്റങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് സഭയെ പടുത്തുയർത്തുവാൻ നമുക്ക് കടമയുണ്ട്. നമുക്ക് സഭയെ പടുത്തെടുത്തുവാൻ വളരെ കടമ. ഓർത്ത് നോക്കി പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ച് സഭയിലെ അംഗങ്ങളായി തീരുന്നതിലൂടെ സഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ കൃപകളെ കുറിച്ചൊന്ന് ധ്യാനിച്ചു നോക്കി. നമ്മൾ മാമോദീസ സ്വീകരിക്കാൻ സഭയിലേക്ക്, ഒരു ഇടവക പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കി, ഒരു സഭയുടെ പ്രതിനിധിയായിട്ടുള്ള, ഇടവകയുടെ വികാരിയായിട്ടുള്ള, നാഥനായിട്ടുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് അല്ലെ ആനവാതക്കൽ വന്നാൽ നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതല്ലേ. എന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നോക്കിയേ, നമുക്ക് മാമോദീസ എന്ന് പറയുന്ന ആ കൂദാശ നൽകി സഭയിലെ അംഗങ്ങളായിട്ട് നമ്മളെ മാറ്റുകയാണ്. അങ്ങനെ സഭയിലെ അംഗങ്ങളായി തീരുന്നതിലൂടെ സഭയുടെ എല്ലാ ദാനങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ലഭിക്കുകയാണ്. ശരിയാണോ? ഓർത്തു നോക്കി, സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാന ദാനമായിട്ട് നമ്മൾ കേൾക്കുന്നു. സഭയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കൂദാശകളിലൊന്ന് കുമ്പസാരം തന്നെയാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഏതു സമയത്തും ചെന്ന് കുമ്പസാരിക്കാനും അതിൽ നിന്ന് വിടുതൽ കേൾക്കുവാനുള്ള കൃപ നമുക്ക് സഭ തരുന്നു. നമുക്ക് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ, പൗരോഹിത്യമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, ഏത് ജീവിതാന്തസ്സിലേക്ക് പ്രവർത്തിക്കുമ്പോഴും സഭ അതിനെ ആശീർവദിച്ച് അതിന് വേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു. വീണ്ടും ഒന്നോർത്ത് നോക്കി, നമ്മൾ രോഗിയായാൽ നമ്മൾ ആശുപത്രിയിലോ വീട്ടിലോ എവിടെയും ആയിക്കോട്ടെ, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആള് വന്ന്, വികാരിയച്ഛനോ മെത്രാനോ ആരെങ്കിലും വന്ന് നമുക്ക് രോഗീലേപനം നൽകി നമ്മളെ തീർച്ചയായിട്ടും സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്നു. വീണ്ടും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഓർത്ത് നോക്കി, നമ്മൾ ഉപേക്ഷിക്കുവാണോ? എത്ര കാര്യമായിട്ട് എനിക്ക് ഒരു മതങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത അത്രമാത്രം ശ്രേഷ്ഠമായിട്ട് നമ്മുടെയൊക്കെ ശവസംസ്കാരങ്ങൾ ഓർത്ത് നോക്കി, എത്ര താല്പര്യത്തോടെ തീഷ്ണതയോടെ ആളുകൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച്, മുഴുവൻ സമയം നമുക്ക് വേണ്ടി വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച്, ബന്ധുക്കാരും സ്വന്തക്കാരും അറിയാവുന്നവർ മുഴുവൻ വന്ന് പ്രാർത്ഥിച്ച്, അറിയാവുന്ന വൈദികർ മുഴുവൻ വന്ന് നമുക്ക് വേണ്ടി ഒപ്പിസിയല്ലി എത്ര കാര്യമായിട്ടാണ് നമ്മളെ ദേവാലയത്തേക്ക് ആഘോഷമായിട്ട് കൊണ്ടുപോകുന്നത്. മണിയൊക്കെ അടിച്ച്, കൊടിയൊക്കെ പിടിച്ചല്ലേ, മുത്തുകൂടകളൊക്കെ പിടിച്ച് എത്ര ശ്രേഷ്ഠമായിട്ടാണ്. അവിടെ ചെന്നിട്ട് ഓർത്ത് നോക്കി, നമ്മൾ ദേവാലയത്തിൽ വെച്ച് നമ്മുടെ ബോഡി വെച്ച് പ്രാർത്ഥിക്കുന്നു, മൃതശരീരം വെച്ച് പ്രാർത്ഥിക്കുന്നു, അവസാനം കുഴിക്കൊണ്ട കളയുവല്ല, വൈദികം പോയി ആശീർവദിക്കുക, കുഴി വെഞ്ചിരിക്കുക. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ നിനക്ക് എന്താണ് പറയുക, നിനക്ക് വാസം ഒരുക്കേണ്ട കവരണം പൗത്രീകരിച്ച് നിന്നെ അവിടെ സൂക്ഷിച്ച്, നിനക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച്, നിനക്ക് വേണ്ടി ധൂപം അർപ്പിച്ച്, നിനക്ക് വേണ്ടി ഒപ്പിസിയല്ലി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ കത്തോലിക്ക സഭയിലെ ഒരു അംഗമായി തീരുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കൃപകളെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ധ്യാനിച്ചു നോക്കിയേ.
നമുക്ക് കുറെ കൂടി സഭയെ സ്നേഹിക്കാനാകും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കുറെ കൂടി സഭാവിചാരം നമ്മളിൽ വളരും. അതിന് നമ്മളെ സഹായിക്കും. കുറെ കൂടി സഭയെ സ്നേഹിക്കാൻ, സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കാൻ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ കുറെ കൂടി. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയണം, സഭയെ തകർക്കാനും സഭയെ വിമർശിക്കാനും മുതിരുന്നതൊക്കെ നമ്മൾ തിരിച്ചറിയണം. കരിസ്മാറ്റിക്കുകാർ എന്നും സഭയോട് ചേർന്ന് നിന്നിട്ടേ ഉള്ളൂ. നമുക്കറിയാം, ഈ അടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ കത്തീഡ്രൽ വികാരി അച്ഛൻ പറഞ്ഞതുപോലെ, നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പുഷ് എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തി. ഭാരതത്തിലെ 174 കത്തീഡ്രൽ കേന്ദ്രീകരിച്ച് നടന്ന ജെറീക്കോ പ്രാർത്ഥനയുടെ സമാപനം CBCI പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്ത് 10ഓളം മെത്രാന്മാരും 1800 ആളുകൾ പങ്കെടുത്ത വലിയ പ്രോഗ്രാം നമ്മൾ മനോഹരമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കഴിഞ്ഞ മാസം നമ്മൾ നടത്തുകയുണ്ടായി. അതിന് മുന്നോടിയായിട്ട് ഭാരതത്തിലെ 174 കത്തീഡ്രലുകൾ കേന്ദ്രീകരിച്ച് എല്ലാ രൂപതയിലും കുരിശ് വെച്ച് ജെറീക്കോ പ്രാർത്ഥന നമ്മൾ നടത്തി. നമ്മുടെ കത്തീഡ്രലിൽ നമ്മൾ നടത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കരിസ്മാറ്റിക്കുകാർ ഉള്ളു തുറന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ഇതുപോലെ സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കാൻ, സഭയെ സ്നേഹിക്കാനുള്ള ഒരു വിചാരം നമുക്ക്. നാലാമത്തെ വിചാരം നവീകരണത്തെക്കുറിച്ചുള്ള വിചാരമാണ്. കുറച്ചുകൂടി നമുക്കുണ്ടാവണം ഈ ദിവസങ്ങളിൽ. ഈ കൺവെൻഷൻ വഴി കുറെ കൂടി നവീകരണത്തെ സ്നേഹിക്കുവാനും, ഈ നവീകരണം ഒരു അനുഭവം കുറെ കൂടി ആക്കി മാറ്റാനും നവീകരണത്തെക്കുറിച്ചൊരു വിചാരം, അതാണ് നാലാമത്തെ വിചാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ കരിസ്മാറ്റിക് നവീകരണത്തെ വിളിക്കുന്നത് എങ്ങനെയാണ് പറയുന്നതെന്നറിയാം. കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് പറയുന്നത്, ഇത് പരിശുദ്ധാത്മാവ് സഭയ്ക്കും നൽകിയിരിക്കുന്ന കൃപയുടെ പ്രവാഹമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് കരിസ്മാറ്റിക് നവീകരണം? പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ പ്രവാഹമാണ് കരിസ്മാറ്റിക് നവീകരണം. ഹല്ലേലൂയ. ചേർന്ന് പറയാവോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ സഭയെ നവീകരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന കൃപയുടെ പ്രവാഹമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ആളൂർ വെച്ച് ജൂബിലി ആഘോഷിച്ചു. മനോഹരമായിട്ട് 10,000 പേര് പങ്കെടുത്ത വലിയ ജൂബിലി നമ്മൾ ആഘോഷിച്ചു. അതിനു മുന്നോടിയായിട്ട് കേരളത്തിലെ എല്ലാ സോണുകളും കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടി. പാലായിൽ പാസ്റ്റർ സെന്ററിൽ ഏതാണ്ട് 300ഓളം സിസ്റ്റേഴ്സും വൈദികരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ആ സമ്മേളനം കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് പാലായിലെ ജോസഫ് കല്ലറങ്ങയാട്ട് പിതാവായിരുന്നു, പാലാ രൂപതാധ്യക്ഷൻ. പ്രിയപ്പെട്ടവരെ, അവിടെ കൂടിയിരുന്ന 100-400ഓളം വ്യക്തികളോട്, വൈദികരോട്, സന്യസ്തരോടും കൂടെ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് പാലാ രൂപതാധ്യക്ഷൻ അവിടെ പറഞ്ഞൊരു കാര്യം ഇന്നും ഞാൻ വളരെ പച്ചയായിട്ട് നന്നായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സഭയും കരിസ്മാറ്റിക് നവീകരണവും അടുത്തടുത്ത് ഒഴുകുന്ന 2 പുഴകളല്ല. സഭയും കരിസ്മാറ്റിക് നവീകരണവും അടുത്തടുത്ത് ഒഴുകുന്ന 2 പുഴകളല്ല, മറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സഭയെ നവീകരിക്കാൻ ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് കരിസ്മാറ്റിക് നവീകരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സഭയെ സ്നേഹിക്കുന്നവര് കുറച്ചു പേര് അതിലേ പോകുന്നു, നവീകരണത്തെ സ്നേഹിക്കുന്നവര് തൊട്ടടുത്ത വണ്ടിയിൽ ഇതിലേ പോകുന്നു. ഇങ്ങനെ പോകേണ്ടത് ഒന്നാണോ കരിസ്മാറ്റിക് നവീകരണം? അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്, ഇത് അടുത്തടുത്തൊഴുകുന്ന 2 പുഴകളല്ല, മറിച്ച് ഈ സഭയെ നവീകരിക്കാൻ ദൈവം ഈ കാലഘട്ടത്തിൽ നൽകിയിരിക്കുന്ന കൃപയാണ് കരിസ്മാറ്റിക് നവീകരണം. എന്നിട്ട് പിതാവ് പറഞ്ഞു, അതുകൊണ്ട് എല്ലാവരും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കരിസ്മാറ്റിക്കുകാരാകാനാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ കരിസ്മാറ്റിക് നവീകരണം അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഞങ്ങൾ റോമിൽ മാർപ്പാപ്പ വിളിച്ചിട്ട് കരിസ്മാറ്റിക് ജൂബിലി ആഘോഷിക്കാൻ പോയി. ബഹുമാനപ്പെട്ട താന്നിത്തച്ഛനുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. 128 രാജ്യങ്ങളിൽ നിന്നുള്ള
പതിനായിരക്കണക്കിന് ആളുകൾ 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷം റോമും വത്തിക്കാനും നിറച്ച് കരിസ്മാറ്റിക്കുകാരാ. 128 രാജ്യങ്ങളിൽ നിന്നുള്ള കരിസ്മാറ്റിക്കുകാര്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ദൈവമേ, ഈ സഭയില് 51 വർഷങ്ങളായിട്ട് ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഈ കരിസ്മാറ്റിക് നവീകരണത്തെ ഈ കൊച്ചു മനുഷ്യനായ നിസാരനായ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദം. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ഭാഗ്യം കിട്ടിയ വ്യക്തികളാ നമ്മളും. പ്രൈസ് ദി ലോർഡ്. മറ്റാരും ഈ പരിപാടിക്ക് വന്നില്ലെന്നോർത്ത് വിഷമിക്കേണ്ട. കാരണം അത് മനസ്സിലാകാത്തത് കൊണ്ടാ അവർക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് പിടുത്തം കിട്ടിയത് കൊണ്ടാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ നവീകരണത്തിൻ്റെ കുറിച്ചൊരു ചിന്ത, വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇത് കൃപയുടെ ഒഴുക്കാണ്. പ്രിയപ്പെട്ടവര്, ഒരു മനുഷ്യനും ഇതൊരു കൃപയുടെ ഒഴുക്കാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാ. അതുകൊണ്ടാ പറഞ്ഞത്, ഒരു രൂപതാധ്യക്ഷനും ഇത് തടുത്തു നിർത്താൻ പറ്റില്ല, ഒരു വൈദികനും ഇത് തടുത്തു നിർത്താൻ പറ്റില്ല, ഒരു അൽമായനും ഇതിനെ തടുത്തു നിർത്താൻ പറ്റില്ല. കാരണം ഇത് എവിടെ നിന്ന് വരുന്നതാണ്? ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന കൃപയുടെ ഒഴുക്കാണ്. അതുകൊണ്ട് ഇതിനോട് സഹകരിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, കേരളത്തിലെ എല്ലാ പിതാക്കന്മാർക്കും നവീകരണത്തെ കുറെ കൂടി ഈ ഒരു കാലഘട്ടത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ ഓരോ വർഷവും KCBCക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോകുന്ന കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി റിപ്പോർട്ട് അവതരിപ്പിച്ച പിതാക്കന്മാരെല്ലാം ഇരുന്നപ്പോൾ നവീകരണത്തെ ഒത്തിരിയേറെ അവർ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം ധാരാളം വൈദികര്, ഒത്തിരി വൈദികര്, നവീകരണത്തെ ഉൾക്കൊള്ളുന്ന ബഹുമാനപ്പെട്ട സന്യസ്തര്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഈ കൃപകളെ നമ്മളും തിരിച്ചറിഞ്ഞ് ഇതിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ സഹകരിച്ചേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെയാ കരിസ്മാറ്റിക് നവീകരണ സഭയിൽ ആരംഭിച്ചത്? എങ്ങനെയാ ആരംഭിച്ചത്? നമുക്കറിയാം, 51 വർഷങ്ങൾക്ക് മുമ്പ് 1967 ബഹുമാനപ്പെട്ട താന്നിധ്യച്ചൻ പറഞ്ഞതുപോലെ അമേരിക്കയിലെ ഡ്യൂക്കേൻ സർവകലാശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഏതാനും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉണ്ടായ ഒരു പ്രത്യേകമായ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിന്നാണ് ആഗോള സഭയിൽ കരിസ്മാറ്റിക് നവീകരണം രൂപമെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നാണ് സഭയിൽ എന്തുടലെടുക്കുന്നത്? കരിസ്മാറ്റിക്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ നമ്മുടെ ഇടവക പള്ളിയിലെ 2-3 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് വെറും നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഇങ്ങനെ ഒരു കൊച്ചു കൂട്ടായ്മയിൽ നിന്നാണ് സഭയിൽ നവീകരണം ഉടലെടുത്തത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങളുടെ വികാരിയച്ഛൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ, എന്തോ അവർ ഞങ്ങളുടെ കൂടെ വരാത്തത്? 1000 ഇടവക്കാരുണ്ട്, അവരാരും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ വരുന്നല്ലോ. ഞങ്ങൾ 5 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുള്ളല്ലോ. നിങ്ങൾ നിരാശരാകേണ്ട. 5 പേര് പ്രാർത്ഥിച്ചാ മതി, അതിലൂടെ സഭയിൽ ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പ്രസക്തി ഇന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര 3 റീത്തുകളിലുമായി കേരളത്തിലാകമാനം 3000-ൽ അധികം ഇടവകകളിൽ നമുക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ 5, 6, 8, 10, 20, 40 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപകളുടെ അളവ് നമുക്കാർക്കും വെറുതെ കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പ്, അച്ഛൻ പറഞ്ഞില്ലേ, നമുക്കുണ്ടായിരുന്നു, കുറെ നഷ്ടപ്പെട്ടു, വീണ്ടും നമ്മൾ പടുത്തുയർത്തിക്കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായിട്ട് ആ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. നമുക്ക് വളരണം, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വളരണം. ഈ കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ നിരന്തരം പോവണം. നിങ്ങൾ മുടക്കരുത്. കൊച്ചു കാര്യത്തിന്റെ പേരിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉപേക്ഷിച്ച് പോവരുത്.
10 പേരില്ലല്ലോ എന്ന് വിചാരിച്ച് ബഹളമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് നിർത്തരുത്. നിങ്ങൾ വീണ്ടും പോവണം. അന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പ് കൂടുന്ന ദിവസം മറ്റൊരു പരിപാടിക്കും ആ സമയം മാറ്റി വെക്കരുത്. ആ ഒരു അരമണിക്കൂർ, ഒരു 2 മണിക്കൂറായിക്കോട്ടെ നിങ്ങൾ പോയിരുന്നു. അതിൻ്റെ കൃപകൾ നിങ്ങൾക്കും സമൂഹത്തിനും ലോകത്തിലും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പ്, അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ള ഈ നവീകരണത്തെക്കുറിച്ചുള്ള വികാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാനുള്ളത്, പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഈ കാലഘട്ടത്തിൽ ശക്തമാക്കണം. ഈ ഒരു നവീകരണ കൂട്ടായ്മ അതിന് കുറെ കൂടി നമ്മളെ പ്രാപ്തരാക്കും എന്നുറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഇനിയും ഈ ദിവസങ്ങളിൽ നമ്മൾ കുറെ കൂടി കേൾക്കും. നമ്മൾ നവീകരണം എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള, ഞാൻ അവസാനിപ്പിക്കുക, വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ്. നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുമ്പോഴും നവീകരണത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുമ്പോഴും ദശാംശം കൊടുക്കുമ്പോഴും ഇത് നഷ്ടമാണെന്ന് കരുതരുത്. ഇത് വിശുദ്ധിയിലേക്കുള്ളൊരു മാർഗമാണ്. പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമയെ നമ്മൾ വിശുദ്ധി എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ്? അൽഫോൻസാമയാണോ ഭരണങ്ങാനത്തെ ഫൊറോന പള്ളി പണിതത്? അതുകൊണ്ടാണോ അൽഫോൻസാമയെ വിശുദ്ധി എന്ന് വിളിച്ചത്? പറഞ്ഞേ. അൽഫോൻസാമയാണോ പാലായിലെ KSRTC ബസ് സ്റ്റാൻഡ് പണിത്? അതുകൊണ്ടാണോ അൽഫോൻസാമയെ നമ്മൾ വിശുദ്ധി എന്ന് വിളിച്ചത്? അല്ല. ജീവിതത്തിൽ പഠിപ്പിക്കാൻ ഒരു ഉത്തരവാദിത്തം കിട്ടിയപ്പോൾ ദൈവത്തെ പ്രതി ആത്മാർത്ഥമായി അവൾ പഠിപ്പിച്ചു. അവൾ ആരായി തീർന്നു? പറഞ്ഞേ. ജീവിതത്തിൽ സഹിക്കാൻ ഒരു അവസരം കിട്ടി, ഉള്ളു തുറന്ന് അവൾ സഹിച്ചു. അവൾ ആരായി തീർന്നു? പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ, നമ്മൾ സമയം അതിന് മാറ്റിവെക്കുമ്പോൾ നമ്മൾ ആരായി തീരുക? പറഞ്ഞേ. നവീകരണത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ നമ്മൾ ആരായി തീരുക? പറഞ്ഞേ. നമ്മൾ വിശുദ്ധരായി തീരുക. നമ്മൾ മറന്നു പോവരുത്. ഇത് വിശുദ്ധീകരിക്കുവാൻ, വിശുദ്ധിയിലേക്ക് നടക്കുവാൻ, വിശുദ്ധരാകാനുള്ളൊരു വിളിയാണ് നവീകരണം. കുറെ കൂടെ നമുക്ക് സ്നേഹിക്കാനാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4 വിചാരങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നതിൻ്റെ സാരാംശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 4 വിചാരങ്ങൾ. 1, ഈ ദിവസങ്ങളിൽ കുറെ കൂടി നമുക്ക് വീണ്ടും വിചാരമുണ്ടാവണം. ഞാൻ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു കുറെ കൂടി ഒന്ന് ചിന്തിക്കാൻ ഈ ഒരു കൂട്ടായ്മ നമുക്ക്. 2ാമത്തെ വിചാരം, നമുക്ക് കുറെ കൂടി ദൈവത്തെക്കുറിച്ചുള്ള വിചാരമുണ്ടാവട്ടെ. അല്ലേ? ഒരു കുഞ്ഞ് ഉള്ളിൽ രൂപപ്പെടുമ്പോൾ പിന്നെ ആ കുഞ്ഞിനെ കുറിച്ച് എപ്പോഴും, അല്ലേ, ഒരു തൊട്ടിയിൽ ഒരു കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ അമ്മ എവിടെ ആ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് അമ്മ പുറത്ത് എവിടെ പോയാലും എപ്പോഴും അമ്മയുടെ ശ്രദ്ധ തൊട്ടി കിടക്കുന്ന കുഞ്ഞിനെ ആയിരിക്കും. ഈ ഒരു വിചാരം എപ്പോഴും ദൈവത്തെക്കുറിച്ച്. പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിനെ പ്രതി ഞാൻ ഇറ്റുനോവാരം അനുഭവിക്കുക. ഈ ഒരു 3ാമത് സഭയെക്കുറിച്ചൊരു വിചാരം. പലരും സഭയെക്കുറിച്ച്, സഭയിൽ അംഗങ്ങളായതിനെ പ്രതി തന്നെ കുറ്റം പറഞ്ഞു വിമർശിച്ച് കുറ്റം പറഞ്ഞു പോകുമ്പോൾ കരിസ്മാറ്റിക്കുകാരെ കുറെ കൂടി സഭാവിചാരം, സഭാസ്നേഹം, സഭാ ബഹുമാനം രൂപപ്പെടുത്താനാവണം. 4, നമുക്ക് കുറെ കൂടി നവീകരണ വിചാരം ഈ ദിവസങ്ങളിൽ രൂപപ്പെടുത്താനാവട്ടെ. നവീകരണത്തെ കുറെ കൂടി സ്നേഹിക്കാൻ, ഈ നവീകരണ ശുശ്രൂഷകൾ, നവീകരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്, പ്രാർത്ഥനാ ഗ്രൂപ്പിന് പോകുന്നത്, അതൊരു സുവിശേഷ പ്രഘോഷണമാണ്, ഒരു സുവിശേഷ പ്രവൃത്തിയാണ്, ഇതൊരു സുവിശേഷ വൽക്കരണമാണ് എന്നുള്ള ചിന്ത കുറെ കൂടി രൂപപ്പെടട്ടെ. ഇത് വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ ഒരു മാർഗമാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു മാർഗമാണ്. നമുക്ക് കുറെ കൂടി മനസ്സിലാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ഈ ദിവസങ്ങളിൽ ധാരാളം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്.